നമുക്ക് ചുറ്റുമുള്ള ലോകം എത്ര വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, പണത്തിനു പുറകെ പായുന്നു, വീണ്ടും ഉറങ്ങുന്നു. ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് നിന്നു ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും ജീവിക്കുകയാണോ അതോ വെറുതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണോ എന്ന്? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഉപദേശിയായല്ല. നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് പലതും മറന്നുപോയ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. നമ്മുടെയൊക്കെ അഹങ്കാരങ്ങൾക്ക് എത്ര ദിവസത്തെ ആയുസ്സുണ്ട്? ഒരു ആക്സിഡന്റോ പെട്ടെന്ന് വരുന്ന ഒരു രോഗമോ മതി നാളെ നമ്മളെ ഒരു ചലനവുമില്ലാതെ കടത്താൻ. ഇന്ന് നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന പണമോ വലിയ വീടോ നമ്മുടെ പദവികളോ ഒന്നും അപ്പോൾ നമ്മെ രക്ഷിക്കാൻ വരില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ അവസാനമായി നമ്മുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ മുഖത്തേക്ക് നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചതെന്ന്. അവർ പ്രായമായി നമ്മൾ തരുന്ന സ്നേഹത്തിൻ്റെ ചെറിയ തുണ്ടുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നമ്മൾ അവരോട് കയർത്ത് സംസാരിക്കാറില്ലേ? നമ്മുടെ പങ്കാളിയോട്, കുട്ടികളോട്, സുഹൃത്തുക്കളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവസാനമായി പറഞ്ഞതെന്നാണ്? നാളെ നമ്മൾ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് ഇല്ലാതായാൽ അവർക്കായി നമ്മൾ എന്താണ് ബാക്കി വയ്ക്കുന്നത്? കുറേ ബാങ്ക് ബാലൻസോ അതോ ജീവിച്ചിരുന്നപ്പോൾ നൽകിയ നല്ല ഓർമ്മകളോ? മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ചതിക്കുമ്പോഴും അസൂയപ്പെടുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളിവിടെ എന്നും ജീവിച്ചിരിക്കുമെന്നാണ്. എന്നാൽ സത്യം അതല്ല. നാളെ എന്നൊരു ദിവസം നമ്മളിൽ പലർക്കും ഉണ്ടായേക്കില്ല. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. ഉള്ളിൽ ദേഷ്യവും സ്വാർത്ഥതയും വരാത്ത മനുഷ്യരില്ല. പക്ഷെ നമ്മൾ മാറിയേ തീരൂ. അത് മറ്റാർക്കും വേണ്ടിയല്ല, നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. നമുക്ക് ചുറ്റും ഒരുപാട് പേർ സങ്കടപ്പെടുന്നുണ്ട്. വിശപ്പ് കൊണ്ട് കരയുന്നവർ, രോഗം വന്ന് വിഷമിക്കുന്നവർ, ആരും ആശ്വസിപ്പിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയവർ. അവർക്ക് മുന്നിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോകാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു? ഇന്നു മുതൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. വാക്കുകൾ സൂക്ഷിക്കുക. നമ്മുടെ ഒരു വാക്കുപോലും മറ്റൊരാളുടെ കണ്ണീരിന് കാരണമാകരുത്. സ്നേഹം പ്രകടിപ്പിക്കുക. ഉള്ളിലുള്ള സ്നേഹം നാളേക്ക് മാറ്റിവെക്കരുത്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. സഹായിക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയോ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയുകയോ ചെയ്യുന്നത് പോലും വലിയൊരു പുണ്യമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് പോകുന്ന ആ നിമിഷമാണ്. അന്ന് നമ്മളെ ചുമലിലേറ്റുന്നവർ പറയണം, അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നല്ല മനുഷ്യൻ. ആ ഒരു സമ്പാദ്യത്തിനു വേണ്ടി മാത്രമായിരിക്കണം ഇനി നമ്മുടെ ജീവിതാവസാനം വരെയുള്ള യാത്ര. നമുക്ക് മനുഷ്യരായി ജീവിക്കാം, മനുഷ്യത്വമുള്ളവരായി മരിക്കാം. നന്ദി.